അയോധ്യ രാമക്ഷേത്ര കൊള്ള അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ വിജയ് വിശ്വാസ് പന്ത് മറ്റൊരു വഞ്ചനാ കേസിലെ പ്രതി. 2013 മുതൽ 2015 വരെ ഊർജ്ജ വകുപ്പിലെ ചുമതല വഹിച്ചപ്പോഴാണ് തട്ടിപ്പ് നടത്തിയത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ശതകോടികളുടെ അഴിമതി നടന്നു ആഴ്ചകൾ പിന്നിടുമ്പോഴും പ്രധാനമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മൗനത്തിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. ഫെമിന ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഫെമിന, വലിയ രീതിയിലുള്ള ഒരു ക്ഷേത്രക്കൊള്ള നടന്നിട്ടും മൗനം തുടരുകയാണ് ഈ നരേന്ദ്രമോദി, പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം. അതേസമയം ഈ ക്ഷേത്രക്കൊള്ളയിൽ ആശങ്ക ഉയരുമ്പോൾ, കൂടുതൽ വിവരങ്ങൾ ദിനം പ്രതി പുറത്തു വരുമ്പോൾ, ഈ സർക്കാർ നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനാണെങ്കിൽ മറ്റൊരു വഞ്ചന കേസിലെ പ്രതി എന്ന ആശങ്കയുണർത്തുന്ന മറ്റൊരു വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ. അതെ ഉമാർ, ഈ അയോധ്യ രാമക്ഷേത്ര കൊള്ളയുടെ വ്യാപ്തി തെളിയിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു വിഷയത്തിൽ മൗനം തുടരുകയാണ്. ഇതുവരെ ഈ ആഴ്ചകൾ പിന്നിടുമ്പോഴും കൊള്ളയുടെ ശതകോടിയുടെ കൊള്ള നടന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്ന ആഴ്ചകൾ പിന്നിടുമ്പോഴും പ്രധാനമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താത്തതിലും വലിയ വിമർശനമാണ് വരുന്നത്. അതേസമയം തന്നെ ഈ അയോധ്യ രാമക്ഷേത്ര കൊള്ള അന്വേഷിക്കാൻ UP സർക്കാർ രൂപീകരിച്ച SITയുടെ തലവനായിട്ടുള്ള വിജയ് വിശ്വാസ് പന്ത് IS വഞ്ചനാ കേസിലെ പ്രതിയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഒരു ഹിന്ദി മാധ്യമ പ്രവർത്തകനാണ് ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2013 മുതൽ 2015 വരെ അദ്ദേഹം ഊർജ്ജ വിതരണ വകുപ്പിൽ പ്രധാന ചുമതല വഹിച്ചപ്പോഴാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. രേഖകൾ കെട്ടിച്ചമച്ച് പണം തട്ടിയെടുത്തെന്ന കരാറുകാരന്റെ പരാതിയിലായിരുന്നു അന്ന് കേസുണ്ടായിരുന്നത്. ഈ കേസിൽ വിജയ് വിശ്വാസ് പന്തടക്കം 19 ഉദ്യോഗസ്ഥർക്കെതിരായ കേസ് ഇപ്പോഴും അതിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ വഞ്ചനാ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഈ അയോധ്യ ക്ഷേത്ര കൊള്ള പോലെയുള്ള ഒരു പ്രമാദമായ കേസ് അന്വേഷിക്കുന്നതിന് ചുമതലപ്പെടുത്തിയതിനെതിരെ വലിയ വിമർശനമാണ് വരുന്നത്. പ്രത്യേകിച്ചും RSS നേതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് ജീവനക്കാരെ മാത്രം പ്രതിയാക്കി കേസ് അവസാനിപ്പിക്കാൻ SIT ഒരുങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്റെ ഈ തട്ടിപ്പ് ചരിത്രം പുറത്തു വന്നിരിക്കുന്നത്. ഉമ.